നമുക്ക് ഏവർക്കും സുപരിചിതമാണ്. ഏദനിലെ സന്തോഷവും സുരക്ഷിതത്വവും അവർക്ക് അന്യമായി പോയതിൻ്റെ കാരണവും നമുക്കറിയാം. എന്നാൽ ആധുനിക ഹൗവയെയും അവർക്ക് ലഭിച്ച പുതിയ ഫ്ലാറ്റിലെ ജീവിതവും നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതാ ഞങ്ങൾ അവതരിപ്പിക്കുന്നു ആധുനിക ഹൗവ അല്ലെങ്കിൽ ന്യൂജൻ ഈവ്. ഇവിടെ എന്തൊരു പൊടിയാ, ക്ലീൻ ചെയ്യണമല്ലോ. യേശുവോട് ചേർന്നിരിക്കും എത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നത് എത്ര ഭാഗ്യമേ. ഡിങ് ഡോങ് ഡിങ് ഡോങ്. ഇതാരാ വന്നേ? ആ സൂസിയും ഗൗരിയോ? വാ അകത്തോട്ട് കയറി വാ. ഹൗസ് വാമിനെ വരാൻ പറ്റിയില്ല, ഇപ്പൊ വീടൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നേ. വാ അകത്തോട്ട് വന്ന കാലത്തൊക്കെ അകത്തോട്ട് കയറി വാ. ഇതാ എൻ്റെ വീട്. നിങ്ങളെന്താ വീടൊക്കെ ചുറ്റിക്കാം, ഞാൻ അപ്പത്തേക്ക് നിങ്ങൾ കുടിക്കാൻ എടുത്തോണ്ടല്ലേ. സൂസി, എന്ത് രസം ഈ വീട് കാണാൻ. നല്ല നോക്കി, ഈ വീട് ഇലക്ട്രിക് കർട്ടനും നല്ല ഡിസൈനുള്ള സോഫ, ഈ ടൈൽസൊക്കെ നോക്കി എത്ര ഭംഗിയാ. അതെ, ഈ ടൈൽസും ഒക്കെ എന്തോ നല്ല കളറാണ്. ഞാൻ 100 വട്ടം എൻ്റെ അച്ഛനോട് പറഞ്ഞു ആ കളർ വേണ്ട, ഇത് നോക്കിയിട്ട് ഇത് എന്തോ നല്ല കളറാണല്ലോ. പക്ഷെ എനിക്ക് തോന്നില്ല എന്തോ ഒരു കുറവുണ്ടെന്ന്. അതെ അതെ, ഈ വീടിന് എന്തോ ഒരു കുറവുണ്ട്. എന്തായാലും അവരുടെ ഭാഗ്യം ആദാമച്ചാനെ പോലെ ഒരാളെ കിട്ടിയത്. അതൊക്കെ ശരി, പക്ഷെ എന്തോ മിസ്സിങ് സാധനം ഉണ്ട് ഈ വീട്. അതെ അതെ, എന്തോ ഒരു കുറവുണ്ട്. അതെന്തായിരിക്കും? എന്തോന്ന് കുറവ്? ഇലക്ട്രിക് കർട്ടൻ, ലൈറ്റ്, ഇറ്റാലിയൻ മാർബിൾസ്, സിംഗപ്പൂരിൽ നിന്ന് സീലിങ്സ്, നല്ല ഡിസൈനുള്ള സോഫ. എന്തോന്ന് കുറവ്? നിങ്ങൾക്ക് ചുമ്മാ തോന്നുന്നായിരിക്കുന്നേ. നീ ചുമ്മാ ഇരിക്കുമ്പോൾ സമയം കളയാൻ എന്തോ ചെയ്യുന്നേ? അത് പിന്നെ ഞാൻ ബൈബിൾ വായിക്കും, പ്രാർത്ഥിക്കും, ആരാധിക്കും, അങ്ങനെ ഞാൻ എൻ്റെ സമയം കളയുന്നത്. പിന്നെ എപ്പോഴും ധരിച്ചിട്ടുണ്ടെന്ന ബോറടിക്കത്തില്ലേ? ഓ, എങ്ങനെ ബോറടിക്കാം? ആ ബൈബിളൊക്കെ ഞാൻ വായിച്ചു തുടങ്ങി പിന്നെ സമയം പോകുന്നേ അറിയത്തില്ല. പിന്നെ വായിച്ചോണ്ടിരിക്കാൻ തോന്നും. അതല്ല നമ്മൾ പറയുന്നത്, എനിക്കൊരു TV വേണമെന്നാണ് അവള് പറയുന്നത്. ഒരു TVയോ? അത്ര അത്യാവശ്യമാണോ? എൻ്റെ ഹൗവ, ഇന്നത്തെ കാലത്ത് അതില്ലാത്തൊരു വീടില്ല. ചുമ്മാ ഇരിക്കുമ്പോൾ സമയം കളയാൻ എന്ത് രസമെന്നറിയോ? ആണല്ലേ? ഞാൻ അച്ഛായ വരുമ്പോൾ ഒന്ന് ചോദിച്ചു നോക്കാം TVനെ പറ്റി. നിന്റെ അച്ഛനോട് ചോദിച്ചതല്ലേ, ഞാൻ ഇത്രയൊക്കെ മേടിച്ചു തന്നല്ലേ, TV മേടിച്ചു തരും. അത് ശരിയാ, ഞാൻ വരുമ്പോൾ ചോദിച്ചു നോക്കാം. ഒന്ന് സമയം പോകാതെ അറിയില്ല. ശരി, നമ്മൾ പോകും. ഒരു TV അത്യാവശ്യം. പുതിയ വീടല്ലേ, ഒരു കുറവ് വേണ്ട. ചാൻ വരുമ്പോൾ ചോദിച്ചു നോക്കാം. ഏതായാലും വാങ്ങിച്ചു തരാതിരിക്കത്തില്ല. വരട്ടെ, ചോദിച്ചു നോക്കാം. അച്ചായ വന്നോ? തക്കാളിപ്പഴം പോലെ അച്ചായന കറന്നു പോയല്ലോ. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വരാം കേട്ടോ. എന്നാ കുടിക്കുക. ഞാൻ ഫാൻ ഇടാം, അല്ല വേണ്ട AC തന്നെ ഇടാം. എന്താ പോയേ, കടന്നു കുത്തി പോലെ ആയിരുന്നല്ലോ, ഇപ്പൊ എന്തൊരു സുഖിപ്പീരൊക്കെ. ഈ അച്ചായൻ എപ്പോഴും ഇങ്ങനെ പുറത്തു എന്തെങ്കിലും ചോദിച്ചാൽ എപ്പോഴും ഇങ്ങനെ. ഞാൻ പിന്നെ ആരോടെ എൻ്റെ കാര്യം പറയേണ്ടിയേ? പിന്നെ ഉണ്ടല്ലോ, അപ്പത്തെ ഫ്ലാറ്റിൽ നിന്ന് ഗൗരിയും സൂസിയും വന്നിട്ടുണ്ടായിരുന്നു. അവര് വീട് കാണാൻ വേണ്ടി വന്നേ. അവര് വന്നപ്പോ ഒരു കുറവ് കണ്ടുപിടിച്ചു. എന്നോ കുറവ്? അതുണ്ടല്ലോ, നമുക്കൊരു TV ഇല്ല എന്നുള്ളൊരു കുറവ്. നമ്മളൊരു പുതിയ വീട് കുറച്ചില് വേണ്ട, നമുക്കൊരു TV വാങ്ങിയാലോ? അതത്ര ആവശ്യമാണോ? അതില്ലാത്തൊരു വീടേ ഇല്ല ഇപ്പം. എല്ലാവർക്കും TV ഉണ്ട്. സമയം കളയാൻ നല്ലതല്ലേ? ഞാനിവിടെ ചുമ്മാ വീട്ടിൽ ഇരിക്കില്ല, ഒരു TV വേണം. എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഈ അച്ഛൻ എപ്പോഴും ഇങ്ങനെ പറയത്തുള്ളൂ, എൻ്റെ ഒരു കാര്യം നടത്തി തരത്തില്ലല്ലോ. ഓ, ഇനി അതിനെ പറ്റിയൊന്നും കരയണ്ട, ഞാനൊരു വഴി നോക്കിയിട്ട് വരാം. TV ഒക്കെ വരുന്നതാ, ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കട്ടെ. ഇവരാ വരുന്ന അറിയില്ലല്ലോ. ഹവായേ. അയ്യോ, ഇതാണ് TVയോ? ഇങ്ങോട്ട് കൊണ്ടുവാ. ഇതെങ്ങനെ ഓണാക്കുന്നേ?
എടി ആദ്യം പോയി കുറച്ച് വെള്ളം കൊണ്ടുപോയി. നമുക്ക് വെള്ളമൊക്കെ പിന്നെ കുടിച്ചിട്ട് ആദ്യം എങ്ങനെ ഓണാക്കുന്ന പറ. നില്ല ഒരു കണ്ടീഷൻ ദൈവം പറഞ്ഞിട്ടുണ്ട്. എന്ത് കണ്ടീഷൻ? ഇതില് 2 ബട്ടൺ നീ കണ്ടായിരുന്നോ? ആ, ഒരു ചുമന്നയും പച്ചയും. ആ, അതില് പച്ച ബട്ടൺ കണ്ടാൽ നിനക്ക് എല്ലാ പ്രോഗ്രാമും കാണാം. ആ, എന്നാൽ ചുമപ്പ് ബട്ടൺ അമർത്തുകയും അതിലുള്ളത് കാണുകയും ചെയ്യരുത്. അതൊക്കെ ഞാൻ ചെയ്യാം. അപ്പൊ ഏത് ബട്ടൺ ദൈവം അമർത്തുന്നത് പറഞ്ഞേ? പച്ച ബട്ടൺ അല്ല, ചുമപ്പ് ബട്ടൺ. ഓക്കെ, ചുവപ്പ് ബട്ടൺ. ഇതെങ്ങനെ ഓണാക്കുന്ന ഇനിയിപ്പോ? എന്നാ ശരി, ഞാൻ പുറത്തു പോയി കുറച്ച് പണിയാക്കി. ടീച്ചർ അബ്ബാസിന്റെ കൺവെൻഷനേ പോകാൻ പറ്റില്ല. ഇപ്പോഴേലും പ്രസംഗം കേൾക്കാൻ പറ്റില്ല. ഹല്ലേലൂയ, സ്തോത്രം. ടിങ് ഡോങ്. ഇതാരാ വന്നേക്കുന്നേ? ആ, സൂസിയും കാര്യം. വാ വാ. ഓ, ടി വി ഒക്കെ വന്നല്ലോ. ആ, TV മേടിച്ചോണ്ട് വന്നതാ. ഓ, എപ്പോഴും ഈ പാട്ടും പ്രാർത്ഥനയും മാത്രമേ ഉള്ളൂ കാണാൻ. പിന്നെ ഞങ്ങളുടെ TV-യിൽ ഇതൊക്കെ വരത്തുള്ളേ. നീ ആ ചുമന്ന ബട്ടൺ ഞെക്കിക്കേ. വേണ്ട ഗൗരി, ചതിക്കരുത്. ചുമന്ന ബട്ടൺ നെക്കെഴുതും കാണരുതെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നേ. ഓ, പിന്നെ ഞങ്ങളൊക്കെ ഇത് എപ്പോഴും കാണുന്നത്. നീ ആ ചുമന്ന ബട്ടൺ ഞെക്കിക്കേ. വേണ്ട ഞാൻ കാണിച്ചു തരാം. നോക്ക്, നിക്ക്. വേണ്ട. നോക്ക്. എടീ, ആ പെണ്ണിട്ടേക്കുന്ന സാരി ഉണ്ടോ? എന്തൊരു ഭംഗിയല്ലേ. അയ്യോ, ആ ചെറുക്കന് എന്തൊരു ഭംഗിയായിട്ട് ഡാൻസ് കളിക്കുന്നേ. കണ്ടില്ലേ, സന്തോഷം കണ്ടില്ലേ? നമുക്ക് പോകാം. കൊടുക്കാം, മരുമോൾക്കം കൊടുക്ക്. എന്തൊരു ഭംഗിയായിട്ട് കാണും. എനിക്കും അങ്ങനത്തെ ഒന്നും വേണം. ഹൗവേ, ഇതെന്തോ ഇത്? സന്ധ്യപ്പാടത്തേക്കുള്ള സമയമില്ല. നീ പായൊന്നും വിരിച്ചില്ലേ? പ്രാർത്ഥനയാണെങ്കിൽ നമുക്ക് പിന്നെയും പ്രാർത്ഥിക്കാം. ഇതൊരു ഷോ കഴിഞ്ഞാൽ പിന്നെ കാണാനേ പറ്റത്തില്ല. ആ പെണ്ണിനെ കാണാൻ എന്തൊരു സ്റ്റൈല്. ഇതിനൊക്കെ കാണുമ്പോ വീട്ടിലുള്ളതിനെ എടുത്ത് കിണറ്റിലിടാൻ തോന്നുന്നു. എന്തോ ഒന്നുമില്ലേ? എന്തൊരു ഭംഗിയല്ലേ ഇത് കാണാന്. സാരിയൊക്കെ എടുത്തേക്കുന്നത്. ദാ ചെക്കനെ നോക്ക്. ആദാമേ, നീ എവിടെ? അയ്യോ, ദൈവം വരുന്നു. എന്റെ ദൈവമേ, ഞാനിത് എവിടേക്ക് കൊണ്ട് വിളിപ്പിക്കും? ഞാനത് അറിഞ്ഞോണ്ടൊന്നും ചെയ്തില്ലല്ലോ. അത് അപ്പുറത്തെ വീട്ടിൽ സൂസിയും കവറിൽ വന്ന് നെക്കിയതാണ്. ഞാൻ അത് അറിയാതെ കണ്ടുപോയി. ഇനി നമ്മൾ എന്താ ചെയ്യാ? അവിടെ വെക്കാം. വലയും വേണ്ട, അവിടെ വെക്കാം. ഇനി നമുക്ക് മൂടിയില്ല. ആദാമേ, നീ എവിടെ? ഞാൻ അമർത്തരുതെന്ന് പറഞ്ഞ ബട്ടൺ നീ അമർത്തിയോ? അല്ല ദൈവമേ, നീ എനിക്ക് കൂട്ടിരിക്കുന്ന സ്ത്രീ അമർത്തി. ഞാൻ ചെയ്യുന്നില്ല. എന്റെ പൊന്ന് മനുഷ്യനും ഉണ്ടായിരിക്കെ. എന്റെ ദൈവമേ, അത് അപ്പുറത്തെ വീട്ടിൽ സൂസിയും ഗൗരിയും വന്ന് നെക്കിയത്. ഞാൻ അത് അറിയാതെ കണ്ടുപോയി. എന്റെ കൽപ്പന ലംഘിച്ചത് കൊണ്ട് അതിന്റെ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. ആദാമേ, നീ നിന്റെ ജീവകാലം മുഴുവനും കരണ്ട് ബില്ലടിച്ച് കുത്തുവാളയെടുക്കും. ഹൗവയെ, നീ നിന്റെ ജീവകാലം മുഴുവനും സീരിയൽ കണ്ട് കരഞ്ഞൊക്കെ അവസാനിക്കും. അയ്യോ ദൈവമേ.